അങ്ങനെ മാഷെടുത്ത് അതാണ് എനിക്ക് ഞങ്ങളെ തെറ്റുന്ന അവിടെയാണ്. മാഷോട്ട് നല്ല കമ്പനിയായിരുന്നു. ഞാൻ മേളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്രയോ ഷോട്ടുകൾ എൻ്റെ മൈൻഡിൽ കൂടെ പോയി. എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് അതാണ്. ഇവര് ഇവിടെ വന്നത് 7:45 രാത്രി. ദേവരാം മാഷ് 3:30 മണി മുതൽ എനിക്ക് വെയിറ്റ് ചെയ്തു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചുടാ, നീ ഒരു സിനിമ ഉണ്ട്, അത് മാധുര്യമ്മ മാത്രമല്ല പാട്ട്. അവിടെ കൊയറ് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ നാറൂല്ല കുറെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യും. സാധാരണഗതിയിൽ ഗേറ്റ് കൂട്ടും, നീ വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരുത്തനെ വെച്ച് വായിച്ചളയും. പോയ മാഷ തിരിഞ്ഞു, എന്ത് വേണം, നിനക്ക് എത്ര പേര് കൂട്ട് വേണം? അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്ന് മാഷിന്റെ കൂടെ വായിച്ച് വന്നപ്പോഴത്തേക്കാണ് അപ്പോൾ നല്ല കമ്പനിയായി. മാഷോട് അപ്പോൾ അന്ന് ഞാൻ മദ്രാസിലൊന്നും പോയിട്ടില്ല. അങ്ങനെ മാഷെടുത്ത് അതാണ് എനിക്ക് ഞങ്ങളെ തെറ്റുന്ന അവിടെയാണ് തെറ്റുന്നതും. അതുകൊണ്ട് ഭയങ്കര കമ്പനിയായി ഞാനും മാഷുമായിട്ടൊക്കെ തെറ്റുന്നത്. അപ്പം അതിന് മുമ്പ് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം പറയാം. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു വിഷയം, നാലാമത്തെ പടം എന്ന് പറയുന്നത് ബക്കർ സാറാണ്. പഴയൊരു ബക്കർ എന്ന് പറഞ്ഞിട്ട് സംവിധായകരുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞത് ഇന്നലെയുടെ ബാക്കി. ഇതാണ് സിനിമ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചുടാ, നീ ഒരു സിനിമ ഉണ്ട്, ഒരു പാട്ടുണ്ട്, വായിക്കണം, അത് മാധുര്യമ്മ മാത്രമുള്ള പാട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ ശരി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഗാനമേളയ്ക്ക് ഇടയ്ക്ക് ഞാൻ മാഷെ ഞാൻ ഇടയ്ക്ക് അപ്പോൾ സാറിനോട് ഗാനം വിളിക്കും. നീ പൊയ്ക്കോ, കുഴപ്പമില്ല, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അന്ന് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു കൊയർ മാഷാണ് OVR എന്ന് പറഞ്ഞിട്ട്, OV റാഫേൽ എന്ന് പറഞ്ഞ അദ്ദേഹം. തിരുവനന്തപുരത്ത് പാളയം, കൊച്ചിക്കാരനാണ്, പാളയം സ്വദേശിയാണ്. കൊയറിനെ ഒന്ന് ജനകീയമാക്കിയെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ചിത്രയെ ആദ്യമായിട്ട് പഴയ ചിത്രലേഖ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ ചിത്രയെ പാടിപ്പിച്ചതും OVR സാറിന്. ഈ സമയത്ത് സാറിനെ ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം സാറിൻ്റെ കൂടെയാണ് ഞാൻ കൊയറിന് ആദ്യമായി, എനിക്കറിയില്ല എങ്ങനെയാണ് പള്ളിയിൽ കൊയർന്നതെന്ന്, എനിക്ക് ചർച്ച് കൊയർന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ഞാൻ പോയി വായിച്ചു, വലിയ കാര്യമായിരുന്നു. അപ്പോൾ സാറന്ന് ദേവരാം മാഷെ ഒരു ദിവസം ഫിറ്റ് ചെയ്തു റിഹേഴ്സൽ ഇരിക്കാൻ. അടുത്ത ദിവസം റെക്കോർഡിംഗ് ആണ്, അടുത്ത ദിവസം ചിത്രാഞ്ജലി റെക്കോർഡിംഗ് ആണ്. ഇന്ന് ഇത് വെച്ചു. ഞാൻ പറഞ്ഞു മാഷെ ഇങ്ങനെ ഒരു കൊയറുണ്ട്, ഇങ്ങനെ നാറുമില്ലാണ്, നീ എപ്പോൾ വരും? ഞാൻ ഒരു 3-3:30 മുമ്പ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യമായി പോയിട്ട് വന്നത്. അന്നൊരു കീബോർഡിസ്റ്റ് എന്ന് പറഞ്ഞത് തൃശ്ശൂർ ഫ്രാൻസിസ് ആണ്. പക്ഷെ അവിടെ കൊയറ് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ നാറൂല്ല കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ തിരിച്ച് ഇവരെ കാറിലല്ലേ വരാൻ, എനിക്ക് തബലകളും കൊണ്ട് ബസ്സിൽ കയറി വരാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ വന്നത് 7:45 രാത്രി. ദേവരാം മാഷ് ഈ 3:30 മണി മുതൽ എനിക്ക് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇവർ കാറിൽ കൊണ്ടുവന്ന് എന്നെ ദേവരാം മാഷിൻ്റെ വീടിൻ്റെ കരമനയാണ്, പാലത്തിൻ്റെ അടുത്താണ്, കൊണ്ട് ഇറക്കിയിട്ട് ഇവരങ്ങ് ഞാൻ വെപ്രാളം കാണിക്കുമായിരുന്നു. ഞാൻ മാഷ് ഇവർ വളരെ വൈകി 5 മണിയൊക്കെ കഴിഞ്ഞത് സാധനം വായിച്ചിട്ട് അന്ന് സമയമെടുക്കും ഇങ്ങ് എത്താനായിട്ട്. ഞാൻ തബലയും എടുത്തും തോളിലും ഇട്ട് ബാഗും കൊണ്ട് ഞാൻ ഇറങ്ങി ഓടിച്ചു നോക്കണം. ഫ്രാൻസിസ് മാഷ് മേളിലാണ് താമസിക്കുന്നത്. ഫ്രാൻസിസ് ഞാനിങ്ങനെ പോയപ്പോൾ ഫ്രാൻസിസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ശ്രീമോറെ ആ മേളിലിരിക്കുന്ന ആളാരാണെന്നറിയാം? പക്ഷെ എത്രയോ മണിക്കൂറോട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പോകണമായിരുന്നു, രാവിലെ പോലെ ഇരിക്കുകയില്ല. ഞാൻ മാഷൊക്കെ അടിച്ചെന്ന് ഞാൻ പറഞ്ഞു മാഷെ അവരിങ്ങനെ പർച്ചേസ് ചെയ്തു. സാരമില്ല, നീ കുഴപ്പമില്ല, നീ കയറി ഇരിക്കുന്നു. സാധാരണഗതിയിൽ ഗേറ്റ് പൂട്ടും, നീ വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരുത്തനെ വെച്ച് വായിച്ചളയും. പക്ഷേ ഏതായാലും മാഷ് എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കിട്ടിയ ഇതുവരെ ഉള്ളത് വെച്ച് നോക്കിയാലും ഇനി കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ അംഗീകാരമാണ്. ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാൻ ആഗ്രഹിച്ച് വന്നതും ഈ കാര്യം. മാഷിൻ്റെ ആദ്യത്തെ പരിചയപ്പെട്ടതോ അതിൽ യൂണിവേഴ്സിറ്റിയാണോ ഇരിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നതിൻ്റെ മെയിലാണ് ഈ ഒരു സാധനം എനിക്ക്. അപ്പോൾ ഞാൻ കയറി ചെന്നു, മണി 7:45. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷെ ഇങ്ങനെ സാരമില്ല, അപ്പം വീട്ടിൽ അകത്തൊരു വലിയൊരു ഹാളുണ്ട്, നീ എളുപ്പം ഫ്രഷായിട്ടോ എന്നാ പറഞ്ഞു. ഞാൻ തബലയെ കൊണ്ട് വെച്ചിട്ട് ഓടി ബാത്റൂമിലൊക്കെ പോയി മുഖം കഴുകി. അത് 8 മണി 9:30 വരെ ആയിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ റഫായിട്ട് അങ്ങ് എഴുതയുള്ളൂ. റഫായിട്ട് ഞാൻ വീട്ടിൽ പോയി ഫ്രഷായിട്ട്
എന്നൊക്കെ ഫ്രഷായിട്ട് ഇതിനെ നല്ല ഫെയർ ആയിട്ട് എഴുതി. കാരണം കൂടെ ആരാണ് വായിക്കണമെന്ന് അറിയില്ല. അപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലല്ലോ, നന്നായിട്ട് എഴുതി വേണ്ട എഴുതി കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു കമ്പനിയായി, മാഷോട്ട് നല്ല കമ്പനിയായി. അപ്പം ഞാൻ മേളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് വേണം ഡോർ അടയ്ക്കുന്നത്. അവിടെ നിന്ന് നല്ല സ്റ്റെപ്പ് കൊണ്ട് താഴോട്ട് വരാം. അപ്പോൾ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത് കൊണ്ടും, അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എന്തും പറയാനുള്ളതില്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ 9 ആയപ്പോൾ ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നീ രാവിലെ 7 മണിക്ക് ഇങ്ങ് എത്തിയാൽ മതി, നമുക്ക് അങ്ങ് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ആരാണ് നാളെ കൂടെ വായിക്കുന്നത്. അപ്പോഴും പറയുള്ളൂ, ഇന്നയാളാണ് കൂടെ വായിക്കണം, നീ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അവർക്ക് നീ പറഞ്ഞു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാണ് കൂടെ വായിക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. ഇപ്പം ഞാൻ പതുക്കെ, അപ്പോൾ എൻ്റെ അവിടെ ഇറങ്ങി മാഷ്, ഗേറ്റ് ഡോർ അടയ്ക്കാനായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഞാൻ പറഞ്ഞു, മാഷെ ഞാൻ ചെരുപ്പിട്ടിരുന്നത്, മാഷെ നാളെ ആരാണ് മാഷെ കൂടെ വായിക്കുന്നത്? നീ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതാണ് ഇത് ഞാൻ പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്രയോ ഷോട്ടുകൾ എൻ്റെ മൈൻഡിൽ കൂടെ പോയി. കാരണം ഞാൻ നിൽക്കുന്നത് എവിടെ? ദേവരാം മാഷടുത്ത്. ഫിലിം സോങ് മലയാള സിനിമയിൽ ആരടുത്താണ് ഞാൻ നിൽക്കുന്നത്? ഞാൻ ഒറ്റയ്ക്ക് വായിക്കുന്നു മാഷിൻ്റെ. ഇതെല്ലാം കൂടെ ഒരു സെക്കൻഡിൽ ഫുൾ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ആരാണ് കൂടെ വായിക്കുന്ന മാഷെ ചോദിച്ചത്? നീ ഒറ്റയ്ക്കേ ഉള്ളൂ ഒന്ന്. ഈ ഒറ്റയ്ക്കുള്ളതിനിടയിൽ എനിക്ക് ഇത്രയും പറയേണ്ടിയും വന്നു. ഞാൻ ഇത്രയും പറയേണ്ടത് ഞാൻ ചിന്തിക്കേണ്ടി വന്നു. ഞാൻ അറിയാതെ ഞാൻ അവിടെ നിന്ന് എളുപ്പം അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ മാഷ് നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നിട്ട് മാഷ് തിരിഞ്ഞങ്ങ് പോയി. ഞാൻ അറിയാം ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ചോദിച്ചു. കാരണം മാഷിൻ്റെ സോങ്ങിന് ഒറ്റയ്ക്ക് വായിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ചിന്തിക്കാത്ത കാര്യം കേട്ടോ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ലത്. പോയ മാഷ് തിരിഞ്ഞു, എന്ത് വേണം നിനക്ക്, എത്ര പേര് കൂട്ട് വേണം? ഇതിനടച്ച ചോദ്യം അതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ 7 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ രാവിലെ 7 മണിക്ക് എത്താം, അതേ മറുപടി പറയാൻ പറ്റുള്ളൂ. മറ്റൊരു മറുപടി അതിൻ്റെ അകത്തില്ല. എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയി. എനിക്ക് എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് അതാണ്. ഞാൻ എന്നും മൂളിപ്പാടിയാൽ ആദ്യം ഓർക്കുന്നത് മാഷി പറഞ്ഞത്. സ്റ്റുഡിയോയിൽ വർക്കിന് ചെന്നാലും സ്റ്റുഡിയോയിൽ പാടിപ്പിക്കാനായിട്ടും പലരെയും ഞാൻ പാടിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോഴും ഞാൻ ആദ്യം ഓർക്കുന്നത് മാഷി തന്ന ഒരു മാഷിൻ്റെ ഈ ഒരു അഭിപ്രായമാണ്, ഈ വാക്കുകളാണ്. ഈ വാക്കുകളെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വാക്കുകളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അത് എനിക്ക് കിട്ടിയ, എൻ്റെ ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അവാർഡാണ്. നീ ഒറ്റയ്ക്ക് മതി. അത് വളരെ കുറച്ച് ഓർക്കസ്ട്രേഷൻ ഉണ്ടാവും. ഒരു തബലയാണ്, ഒരൊറ്റ തബല, ഒരു വീണയോ ഒരു സിത്താറോ, കീബോർഡ്, വയലൻസ് 3-4-5-6 പേരെ കണ്ടേ ഒക്കെ ഉള്ളൂ. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ. ദേവരാം മാഷയുടെ കൂടെ നിന്നപ്പോൾ നിങ്ങൾക്കെന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കെന്ത് കിട്ടി, നിങ്ങൾക്കെന്ത് അനുഭവമുണ്ട് എന്ന് ചോദിച്ചാൽ, ഇതാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സാധനം. നീ ഒറ്റയ്ക്ക് വായിച്ചാൽ മതി എന്ന് എൻ്റെ 24-25 വയസ്സിൽ എനിക്ക് അങ്ങനെ ദേവരാം മാഷയുടെ അടുത്ത് നിന്ന് കിട്ടിയാൽ, അതിൻ്റെ മേലെ വേറെ ഒന്നും എനിക്ക് എൻ്റെ ആ പ്രായത്തിൽ കിട്ടാനുമില്ല. അതിനുശേഷം ഇത്രയും നാളും കഴിഞ്ഞു, ഇനി അങ്ങനെ കിട്ടുകയില്ല. എനിക്കങ്ങനെ കിട്ടാനും പോകുന്നില്ല. അതാണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ സംഗീതം. എൻ്റെ സംഗീത യാത്ര ദേവരാജ മാഷടുത്ത് നിൽക്കുമ്പോൾ എന്താണ്, അവിടെ നിന്ന് കിട്ടിയത് എന്താണ്. ഇതൊരു ചെറിയ കാര്യമല്ല. അതിലാണ് മേഘം പൂത്തുടങ്ങി ആ പാട്ടെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്കൊരു 20 വയസ്സുള്ളപ്പോഴേ എനിക്ക് മോഹൻചേട്ടനെ അറിയാം. ഞങ്ങളന്ന് ചെയ്തപ്പോൾ ഏറ്റവും വലിയൊരു പ്രോഗ്രാം അന്നത്തെ പ്രായത്തിൽ, എൻ്റെ 20 വയസ്സിലുള്ള പ്രായത്തിൽ, കാലങ്ങൾ മാറിയപ്പോൾ മറ്റു ചിലർ കയറുന്നു. അപ്പോൾ ചിലർ അതിന് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കേണ്ടതായിട്ട് വരും. അന്നാണ് ചേട്ടനുമായിട്ട് മോഹൻചേട്ടനുമായിട്ടുള്ള ബന്ധം ഇരിക്കുന്നത്. ക്വാർട്ടേഴ്സിലായിട്ട് ഞങ്ങളുടെ പ്രാക്ടീസ്. അന്ന് ഇവരെല്ലാം ഞങ്ങളുടെ വീട്ടിൽ വന്നു. കാരണം അങ്ങനെ ഒരു വയലിനിസ്റ്റ് മാത്രമല്ല, നല്ലൊരു മ്യൂസിക് കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷൻ ചെയ്യും.